3ds Maxൽ ഇനി റെൻഡർ ഫിനിഷ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗെയിം കളിച്ചാലോ? അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നമ്മളെല്ലാവരും 3ds Maxൽ ഒരുപാട് ടൈം വർക്ക് ചെയ്യുന്നവരാണ്. റെൻഡർ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഗ്യാപ്പുകളും നമുക്ക് ലഭിക്കാറുണ്ട്. അത് നമ്മൾ കൂടുതൽ ഫണ്ണാക്കി മാറ്റുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനും മൈൻഡിനെ റീഫ്രഷ് ചെയ്ത് കൂടുതൽ ക്രിയേറ്റീവ് ആകാനും പ്രൊജക്റ്റുകൾ കൂടുതൽ ഫോക്കസോട് കൂടി ചെയ്യാനും നമുക്ക് കഴിയുന്നതാണ്. അങ്ങനെ ഒരു ഫൺ ഐഡിയയിൽ നിന്നാണ് എഡ്ജെറ്റ് മാക്സ് വേർഷൻ 1.0 ഇവിടെ റിലീസ് ചെയ്യുന്നത്. 3ds Max യൂസ് ചെയ്യുന്നവർക്കായി 3ds Maxന്റെ ഉള്ളിൽ തന്നെ കളിക്കാവുന്ന ഒരു ഫൺ ജെറ്റ് ഗെയിം. നമുക്ക് ഈ ഒരു ഫൺ ഗെയിം 3ds Maxലേക്ക് എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഞാൻ പറഞ്ഞു തരാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എച്ച് മീഡിയ. വേറൊരു ആപ്ലിക്കേഷനോ മൊബൈലോ യൂസ് ചെയ്യാതെ നമുക്ക് 3ds Maxനുള്ളിൽ തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു ഫൺ ഗെയിമാണിത്. ഇതുപോലെ റെൻഡർ ചെയ്യുന്ന സമയത്ത് എഡ്ജെറ്റ് മാക്സ് എന്ന ഈ ഒരു ഗെയിം ഓപ്പൺ ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഗെയിം നമുക്ക് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ കൺട്രോൾ വളരെ ഈസിയാണ്. സ്പേസ് ബാർ പ്രസ് ചെയ്താൽ നമ്മൾ ജെറ്റ് ഫ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. സ്പേസ് ബാറിൽ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ജെറ്റ് മുകളിലോട്ടും സ്പേസ് ബാറിൽ പ്രസ് ചെയ്യാത്തപ്പോൾ ജെറ്റ് താഴോട്ടും വരുന്നതാണ്. ഇതുപോലെ കോയിൻസ് കളക്ട് ചെയ്യാം. മുന്നിൽ വരുന്ന ഒബ്ജക്റ്റുകളിൽ തട്ടാതെ ഈ ജെറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് ഈ ഒരു ഗെയിം. ഈ ഗെയിമിൽ ലെവൽസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്കോർ ഇൻക്രീസ് ആവുകയും അതോടൊപ്പം സ്പീഡ് ഇൻക്രീസ് ആയി കൂടുതൽ ചാലഞ്ചിങ് ആയി മാറുന്നതാണ്. ഇതുപോലുള്ള ചെറിയ മെന്റൽ റിഫ്രഷ് നമ്മുടെ വർക്കുകളിൽ വലിയ ഡിഫറൻസുകൾ ഉണ്ടാക്കും. കുറച്ച് മിനിറ്റുകൾ മൈൻഡിനെ റീസെറ്റ് ചെയ്താൽ വർക്കിലേക്ക് കൂടുതൽ ഫോക്കസോടുകൂടി അതുപോലെ കൂടുതൽ ക്രിയേറ്റീവായി നമുക്ക് തിരികെ വരാൻ സാധിക്കും. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് 3ds Maxലേക്ക് ഈ ഒരു ഗെയിം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ടച്ച് ചെയ്താൽ ഗെയിം അവിടെ എൻഡ് ആകും. വീണ്ടും നമുക്ക് കീബോർഡിൽ R പ്രസ് ചെയ്തോ സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തോ ഗെയിമിനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. hmedia3d.gumroad.com എന്ന ഈ ഒരു സൈറ്റിൽ എഡ്ജെറ്റ് മാക്സ് എന്ന ഈ ഒരു ഗെയിം അവൈലബിൾ ആണ്. $1 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. പക്ഷേ എച്ച്മീഡിയയിലെ സ്റ്റുഡൻസിനും ഫോളോവേഴ്സിനുമായി ലിമിറ്റഡ് ടൈം ഇത് ഫ്രീ ആയി നൽകുകയാണ്. എച്ച്മീഡിയയുടെ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുന്നതിലൂടെ ഈ വീഡിയോയുടെ പോസ്റ്റിൽ നിന്നും ഇതിന്റെ ലിങ്ക് ആക്സസ് ചെയ്ത് ഇത് തികച്ചും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് 3ds Maxൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയൊരു ഗെയിം 3ds Maxൽ ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. 3ds Maxന്റെ സ്ക്രിപ്റ്റിംഗ് എന്ന മെനുവിൽ റൺ സ്ക്രിപ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത ഈ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി കസ്റ്റമൈസ് യൂസർ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യാം. കാറ്റഗറിയിൽ HMedia 3D അക്കാഡമിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ എഡ്ജെറ്റ് മാക്സ് എന്ന ഈ ഒരു മിനി ഗെയിം കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാം. ഇനി ആക്ഷൻസിൽ നിന്നും ഇതിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇനി ഇതിനെ ഡ്രാഗ് ചെയ്ത് നമ്മളുടെ മെയിൻ ടൂൾ ബാറിലേക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗെയിം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ അതുപോലെ ഈ ഒരു ഗെയിമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. 3D വിഷ്വലൈസേഷൻ സീരിയസ് ആയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ ലൈവ് കോഴ്സുകൾ എച്ച്മീഡിയയിൽ അവൈലബിൾ ആണ്. ബെറ്റർ റെൻഡർ ക്വാളിറ്റിയിൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം, 3D വിഷ്വലൈസേഷനിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീലാൻസ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടോടു കൂടി ഓൺലൈനിൽ ലൈവ് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.